നിന്നെ ഞാൻ കൊല്ലും. പണ്ട് നിത്യ ഓർത്താ നിന്നെ ഞാൻ വെറുതെ വിട്ടത്. ഇപ്പൊ നീ ഇല്ലാതായ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിത്യയായിരിക്കും. നീ ആരാണെന്ന് ഇവള് മനസ്സിലാക്കി കഴിഞ്ഞു. എങ്കിൽ നീ ഇപ്പൊ കൊല്ലടി, ഇവളുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ല്. അതില്ലടാ, അങ്ങനെ നിനക്കൊരു വീരമൃത്യു ഞാൻ സമ്മാനിക്കില്ല. രക്തസാക്ഷി പരിവേഷവും തരില്ല. നിത്യം നാവുയർത്തി എല്ലാവരോടും സത്യം വിളിച്ചു പറയട്ടെ. അന്ന് നീ തീരും. നിന്നെ തീർക്കും. ഇന്ന് അഹങ്കാരത്തോടെ അമർത്തി ചവിട്ടി നടക്കുന്ന മണ്ണിനടിയിലായിരിക്കും നിന്റെ സ്ഥാനം. അതിനൊരു മാറ്റവും. ആ കേട്ടോ മനോഹര? ആ കേട്ടു. അമ്മ ഈ മുറുക്ക് കറുമുറാന്ന് കടിക്കുന്ന ശബ്ദമല്ലേ? അതല്ല. ഓ, എന്തെങ്കിലും ഒഴിഞ്ഞാലല്ലേ കേൾക്കാൻ പറ്റൂ. ആ വക്കീല് സിദ്ധാർത്ഥനെ വണ്ടി ഓടിച്ച് രക്ഷപ്പെട്ടത് തന്നെയാ മനോഹര. എന്നാ കാര്യത്തിനാ? നമ്മുടെ നിത്യമോളെ ഈ അവസ്ഥയിലാക്കിയില്ലേ? നീ കേസിനും പൊക്കാറിനും തീവട്ടിയും പിടിച്ച് മുന്നിൽ നിൽക്കുന്നില്ല എന്ന് കരുതി പോലീസ് വെറുതെ ഇരിക്കോ? അവരന്വേഷിക്കുന്നുണ്ടാവും. അറസ്റ്റ് മണത്തെറിഞ്ഞ ആ വക്കീല് മുങ്ങിയതാ. നീ മുങ്ങുന്നില്ലേടി? എന്റെ മുത്തശ്ശി, നിത്യ ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. സിദ്ധു വന്നതേ നിത്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാ. ചിറ്റു, എന്റെ അമ്മയെ സത്യം എന്താണെന്ന് ദൈവത്തിന് നിത്യയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. നിത്യയുടെ നാവൊന്ന് അനങ്ങട്ടെ, അപ്പൊ അറിയാലോ. മനോഹരേട്ടൻ അങ്ങനെ കണ്ണും മുട്ടി ആരെയും ന്യായീകരിക്കണ്ട. നിത്യ ഉപദ്രവിച്ചിട്ട് സിദ്ധുവിന് എന്ത് മെച്ചാണ് അമ്മ ഉള്ളത്? പെറ്റുള്ളവര് വേറെ ഉണ്ടല്ലോ. ആര്?